Marhaban, ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to ഉസ്താദ് യൂട്യൂബ് ചാനൽ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമായ തലവുസുൽ ബിആ എന്ന കവിതയാണ്. തലവുസ് എന്നാൽ എന്താണ്? മലിനീകരണം. അൽ ബിഅത്തി പ്രകൃതിയുടെ മലിനീകരണം അഥവാ പ്രകൃതി മലിനീകരണം, എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ, അതാണ് ഈ പാഠത്തിൻ്റെ പേര്. നമുക്ക് ഈ കവിതയാണ്. ഈ കവിത പാടി പറഞ്ഞ് നമുക്ക് ആസ്വദിക്കാം. 1ാമത്തെ വരി നോക്കാം. ബാനൽ ഫസാദു ഹുനാ ഫിൽ അർളി വന്തശറാ ഫിൽ ബർരി വൽ ബഹരി ലാ ഫർഖുൻ നറൽ ഇലലാ. ബാന പ്രകടമായിരിക്കുന്നു, വെളിവായിരിക്കുന്നു. ബിക്കെയിം അപ്പാരൻറ്റ്. അൽ ഫസാദു കുഴപ്പം, ഈവിൾ, കറപ്ഷൻ. ഈവിൾ എന്നോ കറപ്ഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഈവിൾ ഹാസ് ബിക്കം അപ്പാരൻറ്റ്. ഹുന ഇവിടെ കുഴപ്പം പ്രകടമായിരിക്കുന്നു. ഫിൽ അർലി ഭൂമിയിൽ, ഓൺ ദി എർത്ത്. ഈവിൾ ഹാസ് ബിക്കം അപ്പാരൻറ്റ് ഹിയർ ഓൺ ദി എർത്ത്. ഇവിടെ ഈ ഭൂമിയിൽ കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. ഭൂമിയിൽ എല്ലായിടത്തും കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടലുകൾ, പ്രളയങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ദുരന്തങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വന്തശറ, വ മീൻസ് ആൻഡ്, ഇന്തശറ വ്യാപിച്ചിരിക്കുന്നു. ഇന്തശറ എന്നേ ഉള്ളൂ. ഇന്തശറ എന്ന ഒരു അലിഫ് അധികട്ടത് അത് കവിത പാടുന്നതിനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇന്തശറ വ്യാപിച്ചിരിക്കുന്നു. ഇറ്റ് ഹാസ് സ്പ്രെഡ്. ഫിൽ ബർരി കരയിൽ, ബർ എന്നാൽ കര, കരയിൽ. ഫിൽ ബർരി കരയിൽ, അക്രോസ് ദ ലാൻഡ്. വൽ ബഹരി കടലിലും, ആൻഡ് സീ. ഇറ്റ് ഹാസ് സ്പ്രെഡ് അക്രോസ് ദ ലാൻഡ് ആൻഡ് സീ. ഈ കുഴപ്പങ്ങൾ കരയിലും കടലിലുമൊക്കെ വ്യാപിച്ചിരിക്കുന്നു. എല്ലായിടത്തും കുഴപ്പമാണ്. ലാ ഫർഖുൻ, നോ ഡിഫറൻസ്. ലാ എന്നാൽ നോ, ഫർക്ക് ഡിഫറൻസ്, വ്യത്യാസം. ഒരു വ്യത്യാസമില്ല. കടലിലും കരയിലും ഒരുപോലെ കുഴപ്പങ്ങളാണ്. നറ നമുക്ക് കാണാം. അൽ ഇലല കഷ്ടതകൾ. ഇല്ലത്ത് എന്നതിൻ്റെ ജംആണ് ഇലൽ. കഷ്ടതകൾ, പ്രയാസങ്ങൾ, ന്യൂനതകൾ എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കഷ്ടതകൾ മാത്രമാണ്. നോ ഡിഫറൻസ്. അല്ലെ, കരയിലായിരുന്നാലും കടലിലായിരുന്നാലും എല്ലായിടത്തും കുഴപ്പങ്ങളാണ്, കഷ്ടതകളാണ്. ഇതിൻ്റെ ആശയം പുസ്തകത്തിൽ ഒരു പാരഗ്രാഫ് രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ കവിതയുടെ മൊത്തം ആശയം. അതിൽ ഈ വരിയുടെ ആശയമായി കൊടുത്ത ഭാഗം നമുക്ക് വായിക്കാം. ഇന്തശറ വ്യാപിച്ചിരിക്കുന്നു. അൽ ഫസാദു കുഴപ്പം. ഫിൽ ബർരി കരയിലും, വൽ ബഹരി കടലിലും. അടുത്ത വരി. തബ്കി സമാഉ അലാ അർളിൻ മുഅല്ലമത്തിൻ അസ്വാബഹൽ റുബാ തതുദ്മിഉൽ മുഖലാ. തബ്കി കരയുന്നു, ക്രൈങ് അല്ലെങ്കിൽ വീപ്പിംഗ്, വീപ്സ്. അസ്സമാഉ ആകാശം കരയുന്നു. ദ സ്കൈ വീപ്സ്. അല അർലിൻ ഭൂമിക്കു വേണ്ടി. അർള് എർത്ത്, അല അർൾ ഓവർ ദി എർത്ത്. ഭൂമിയെക്കുറിച്ചോർത്ത് ആകാശം കരയുകയാണ്. മുഅല്ലമത്തിൻ ആദരണീയമായ, പവിത്രമായ ഈ ഭൂമിയെക്കുറിച്ചോർത്ത് ആകാശം കരയുകയാണ്. ദ സ്കൈ വീപ്സ് ഓവർ ദ റെവറേഡ് എർത്ത്. ഈ ഭൂമിയെക്കുറിച്ചോർത്ത്, ഈ പവിത്രമായ ഭൂമിയെക്കുറിച്ചോർത്ത് ആകാശം കരയുകയാണ്. അസ്വാബഹ, എന്തിനാ ആകാശം ഭൂമിയെക്കുറിച്ചോർത്ത് കരയുന്നത്? അസ്വാബഹ അതിനെ ബാധിച്ചിരിക്കുന്നു. അസ്വാബ ബാധിച്ചിരിക്കുന്നു. അതിനെ അഥവാ ഭൂമിക്ക് ബാധിച്ചിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ സ്ട്രക്ക്. എന്ത്? അല്ലുറു ദുരിതം,
കുഴപ്പം, ഭൂമിയെ പ്രയാസം ബാധിച്ചിരിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ സ്ട്രക്ക് ബൈ ഹാം. ഭൂമിയിൽ ഒരുപാട് കുഴപ്പങ്ങളാണല്ലോ. മനുഷ്യർ ഈ ഭൂമിയെ നശിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഭൂമിയിലാകെ കുഴപ്പമുണ്ടായിരിക്കുകയാണ്. ആ ഭൂമിയെ ഓർത്ത് ആകാശം കരയുകയാണ്. എന്നിട്ട് ബാത്തത്ത്, അത് ആകാശം രാത്രി ചെലവഴിക്കുന്നു. ഇറ്റ് സ്പെൻസ് ദ നൈറ്റ്. ആകാശം രാത്രി ചെലവഴിക്കുന്നു. എങ്ങനെ? തുദ്മിഉ, കണ്ണീരൊഴുക്കിക്കൊണ്ട്. അൽ മുഖല, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട്. മുഖലത്ത് എന്നതിൻ്റെ ജമ്മാണ് മുഖൽ, അഥവാ കണ്ണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ട് രാവ് മുഴുവൻ ആകാശം ഇങ്ങനെ കരയുകയാണ്. ഇറ്റ് സ്പെൻസ് ദ നൈറ്റ് ഷെഡിങ് ടിയേഴ്സ്. അതിന് നമ്മളെ പുസ്തകത്തിൽ കൊടുത്ത ആശയം വായിച്ചു നോക്കാം. തബ്കി, കരയുന്നു, അസ്സമാഉ, ആകാശം കരയുന്നു, അലൽ അർളി, ഭൂമിക്ക് വേണ്ടി. എന്താ കാരണം? ബിൽ അൽറാരി, ദുരിതം കാരണത്താൽ, പ്രയാസത്തിൻ്റെ പേരിൽ, അല്ലത്തി അസ്വാബഹ, അതിനെ ബാധിച്ച, ഭൂമിയെ ബാധിച്ച പ്രയാസത്തെ ഓർത്ത് ഭൂമിക്ക് വേണ്ടി ആകാശം കരയുകയാണ്. വ തദ്മഉ, അത് കണ്ണീരൊഴുക്കുന്നു, അലൈഹ, അതിനു വേണ്ടി, അഥവാ ഭൂമിക്ക് വേണ്ടി, ഭൂമിക്കായിട്ട് അത് കണ്ണീരൊഴുക്കുന്നു. ലൈലൻ, രാത്രി, വനഹാറ, പകലും, രാവും പകലും ഭൂമിക്ക് വേണ്ടി ആകാശം കണ്ണീരൊഴുക്കുന്നു. അടുത്ത വരി, ഐനർറിയാഹുല്ലതീ കാനത്തു ഗാസിലുഹാ ഹൽ ജാഅത്തിൽ അർളരീഹുൻ സ്വർസ്വറുൻ ബദലാ. ഐന, എവിടെ? വേർ? അർറിയാഹു, കാറ്റ്. വേർ ആർ ദ വിൻസ്, കാറ്റുകൾ എവിടെ? അല്ലത്തി കാനത്ത് തുഗാസിലുഹ, അതിനോട് ശൃംഗരിച്ചിരുന്ന, ഭൂമിയോട് ശൃംഗാരം പറഞ്ഞിരുന്ന ആ കാറ്റുകൾ എവിടെ? വേർ ആർ ദ വിൻസ് ദാറ്റ് യൂസ്ഡ് ടു ഫ്ലിർട്ട് വിത്ത് ഇറ്റ്. ഇറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയാണ്. ഭൂമിയോട് ശൃംഗാരം പറഞ്ഞിരുന്ന, ഭൂമിയോട് ശൃംഗരിച്ചിരുന്ന ആ ഇളം കാറ്റുകൾ എവിടെ? ഇപ്പോൾ ഇളം കാറ്റുകളല്ല അടിക്കുന്നത് ഇവിടെ. ആ മനോഹരമായ സുഖകരമായ കാറ്റുകൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ കാറ്റുകൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഹൽ ജാഅത്തിൽ അർള റീഹുൻ സർസറുൻ ബദല. ഹൽ ജാഅത്ത്, വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നുവോ, അൽ അർള, ഭൂമിയിൽ, റീഹുൻ, കാറ്റ്, സർസറിൻ, കൊടുങ്കാറ്റ്, റീഹുൻ സർസറിൻ, കൊടുങ്കാറ്റ് വന്നോ, ബദല, പകരം. മുമ്പൊക്കെ ഈ ഭൂമിയിൽ അടിച്ചിരുന്ന കാറ്റ് നല്ല സുഖകരമായ ഇളങ്കാറ്റായിരുന്നു. അത് ഭൂമിയെ തഴുകി ഇങ്ങനെ പോവുകയായിരുന്നു. അതാണ് ഭൂമിയോട് ശൃംഗരിച്ചിരുന്ന, ഭൂമിയോട് സ്നേഹം കാണിച്ചിരുന്ന കാറ്റുകൾ എന്ന് പറഞ്ഞത്. ആ കാറ്റുകൾ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അതിന് പകരം ഭൂമിയിൽ കൊടുങ്കാറ്റ് വന്നിരിക്കുകയാണോ? ഹാവ് ദേ ബീൻ റീപ്ലേസ്ഡ് ബൈ ഹാർഷ് വിൻഡ് ഓൺ ദി ലാൻഡ്. ഭൂമിയിൽ ആ ഇളങ്കാറ്റുകൾക്ക് പകരം കൊടുങ്കാറ്റുകൾ വന്നിരിക്കുകയാണോ? യസ്അലു ശാഇറു അനി റിയാഹില്ലത്തി തഹുബ്ബു ഫിൽ അർളി മുഗാസില ഹൽ തബദ്ദലത്തി റീഹു സർസറൻ. അങ്ങനെയാണ് ഇതിൻ്റെ ആശയം നമ്മളെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. യസ്അലു, ചോദിക്കുന്നു, അശാഇറു, കവി ചോദിക്കുകയാണ്, അനി റിയാഹി, കാറ്റിനെക്കുറിച്ച്, അല്ലത്തി തഹുബ്ബു, വീശിയിരുന്ന, ഫിൽ അർളി, ഭൂമിയിൽ, മുഗാസിലത്തൻ, ശൃംഗരിച്ചുകൊണ്ട്, അഥവാ സ്നേഹത്തോടെ ഭൂമിയിൽ ഇങ്ങനെ അടിച്ചിരുന്ന കാറ്റുകളെക്കുറിച്ച് കവി ചോദിക്കുകയാണ്. ഹൽ തബദ്ദലത്തി റീഹു, കാറ്റ് മാറിയിരിക്കുന്നുവോ, സ്വർസറ, കൊടുങ്കാറ്റായിട്ട്, ആ കാറ്റ് കൊടുങ്കാറ്റായിട്ട് മാറിയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അടുത്ത വരി, അൽമാഉ ലൂവിസ മിൻ അഫ്ആലി ഇഖ്വതിനാ ജഫത് മനാബിഉ ഔ ബാനത് ലനാ ദുലുലാ. അൽമാഉ, വെള്ളം, ദ വാട്ടർ, ലുവിസ, അത് മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ദ വാട്ടർ ഹാസ് ബീൻ പൊല്യൂട്ടഡ്, വെള്ളമൊക്കെ
മലിനമായിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ പുഴകളിലും ഒക്കെയുള്ള വെള്ളം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു, മാലിന്യം നിറഞ്ഞിരിക്കുന്നു. മിൻ അഫ് ആലി പ്രവർത്തനങ്ങൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കാരണം, ബൈ ദ ആക്ഷൻസ്, ആരുടെ? ഇഹ്വത്ത് സഹോദരങ്ങളുടെ, ബ്രദേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്. ആരുടെ ബ്രദേഴ്സാ? നമ്മുടെ, ബൈ ദ ആക്ഷൻസ് ഓഫ് അവർ ബ്രദേഴ്സ്, നമ്മുടെ സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വെള്ളമെല്ലാം മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു. ദ വാട്ടർ ഹാസ് ബീൻ പൊല്യൂട്ടഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് അവർ ബ്രദേഴ്സ്. ജഫസ് ഉണങ്ങിയിരിക്കുന്നു, ഡ്രൈഡ് അപ്പ്. മനാബ്യ, മൻബഉൻ എന്നതിൻ്റെ ജം ആണ് മനാബ്യ. എന്താ അർത്ഥം? ഉറവകൾ. ദ സ്പ്രിങ്സ് ഹാവ് ഡ്രൈഡ് അപ്പ്, ഉറവകളൊക്കെ വറ്റിപ്പോയിരിക്കുന്നു. ഇനി ബാക്കി പറഞ്ഞതിന് മുമ്പായിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ എങ്ങനെയാണ് ഈ വരിയുടെ മൊത്തം അർത്ഥം കൊടുത്തതെന്ന് നോക്കാം. ലുവിസൽ മാഉ ബി അഫ്ആലിൻ നാസി. ലുവിസ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു, പൊല്യൂട്ടഡ് ആയിരിക്കുന്നു. അൽ മാഉ വെള്ളം, ദ വാട്ടർ ഹാസ് ബീൻ പൊല്യൂട്ടഡ്. ബി അഫ്ആലി പ്രവർത്തനങ്ങൾ കൊണ്ട്, ബൈ ദ ആക്ഷൻസ്, ആരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാ? അന്നാസി ജനങ്ങളുടെ, ഓഫ് ദ പീപ്പിൾ. ദ വാട്ടർ ഹാസ് ബീൻ പൊല്യൂട്ടഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ദി പീപ്പിൾ. വനഫിദത് വറ്റിപ്പോയിരിക്കുന്നു, ഡ്രൈഡ് അപ്പ്. മനാബിഉഹ അതിൻ്റെ ഉറവകൾ, വെള്ളത്തിൻ്റെ ഉറവകളൊക്കെ, ദ സ്പ്രിങ്സ് ഹാവ് ഡ്രൈഡ് അപ്പ്, ഉറവകളൊക്കെ വറ്റിപ്പോയിരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ വായിച്ച വരിയിലെ ഔ ബാനത്ത് ലനാദുലുല എന്നതിൻ്റെ ആശയമാണ് ഇനി പറയുന്നത്. വസ്വാറത്ത് തുറുക്കൻ യാബിസത്തൻ, വസ്വാറത്ത് അതായിരിക്കുന്നു, ആ വെള്ളം ഒഴുകിയ വഴികൾ, ഉറവകളൊക്കെ ആയിരിക്കുന്നു. തുറുക്കൻ വഴികൾ, യാബിസത്തൻ ഉണങ്ങിയ വഴികളായിരിക്കുന്നു. അപ്പോൾ തോടുകളൊക്കെ ഉണങ്ങിയിട്ട് അതൊക്കെ ഉണങ്ങിയ വഴികളായിരിക്കുന്നു. അപ്പോൾ മനുഷ്യരൊക്കെ നടക്കുന്ന വഴികളായി മാറിയിരിക്കുന്നു. അതൊക്കെ അവിടെ ഒന്നും വെള്ളമല്ല. അതാണ് ഈ അവസാന ഭാഗം പറയുന്നത്. ഔ ബാനത്ത് വെളിപ്പെട്ടിരിക്കുന്നു, വെളിവായിരിക്കുന്നു. ലന നമുക്ക്, ദുലുല വഴികൾ. ദുലുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വഴികളാണ്, ഉണങ്ങിയ വഴികൾ. അപ്പോൾ വഴികൾ നമുക്ക് ആ വെള്ളമൊക്കെ വറ്റിപ്പോയി അവിടെ ഇപ്പോൾ വഴികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അടുത്ത വരി വയഹ്മിലുന്നഹ്റു മാ യുൽഗി ത്വഹാറതഹു ലിയൻഖുല സുമ്മ ഫിൽ അർജാഇ ഇൻ ഹമല. വയഹ്മിലു വഹിക്കുന്നു, ക്യാരീസ്. അന്നഹ്റു പുഴ, ദ റിവർ ക്യാരീസ് വെള്ളം, പുഴ വഹിക്കുന്നു. മാ യുൽഗി ഇല്ലാതാക്കുന്നത്, നശിപ്പിക്കുന്നത്. ത്വഹാറതഹു അതിൻ്റെ ശുദ്ധി. പുഴ അതിൻ്റെ ശുദ്ധി ഇല്ലാതാക്കുന്നവയാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടൊഴുകുന്നത്. പുഴയുടെ വെള്ളം, ആ വെള്ളത്തിൻ്റെ ശുദ്ധി ഇല്ലാതാക്കുന്നത് എന്താണ്? മാലിന്യങ്ങളാണ്. ആ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്. വയഹ്മിലുൻ നെഹ്റു പുഴ വഹിക്കുന്നു, മാ യുൽഗി ഇല്ലാതാക്കുന്നവയെ. വാട്ട് നെല്ലിഫൈസ് ത്വഹാറതുഹു ഇറ്റ്സ് പ്യൂരിറ്റി. ആ വെള്ളത്തിൻ്റെ പരിശുദ്ധി ഇല്ലാതാക്കുന്നവയെയും വഹിച്ചുകൊണ്ടാണ് പുഴ ഇപ്പോൾ ഒഴുകുന്നത്. അപ്പോൾ അതിൻ്റെ പരിശുദ്ധി ഇല്ലാതാക്കുന്നത്, വെള്ളത്തിൻ്റെ പരിശുദ്ധി ഇല്ലാതാക്കുന്നത് എന്താണ്? മാലിന്യങ്ങളാണ്. ആ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുഴകൾ ഒഴുകുന്നത്. ലിയൻഖുല നീക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യാപിപ്പിക്കുവാൻ വേണ്ടി. അസുമ്മ വിഷത്തെ, ഫിൽ അർജായി എല്ലാ ഭാഗങ്ങളിലും ഈ മാലിന്യമാകുന്ന വിഷത്തെ അങ്ങനെ വ്യാപിപ്പിക്കുകയാണ്. അല്ലെ, ഓരോരുത്തർ ഈ വിഷവസ്തുക്കൾ, മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളുമ്പോൾ അതിങ്ങനെ ഒഴുകി എല്ലാ ഭാഗത്തും എത്തുമല്ലേ? അതാണ് സംഭവിക്കുന്നത്. ഇൻ ഹമല അത് വഹിച്ചാൽ. The river carries what nullifies its purity to spread the poison in the regions if it carries it. ഇനി ഇതിൻ്റെ ആശയം എങ്ങനെയാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞതെന്ന് നോക്കാം. യഹ്മിലു വഹിക്കുന്നു, ക്യാരീസ്. അന്നഹ്റു പുഴ, ദ റിവർ ക്യാരീസ്. അന്നജാസാത്ത് നജസുകൾ, മാലിന്യങ്ങൾ.
കമായങ്കുലു വഹിക്കുന്നത് പോലെ തന്നെ. എന്ത് വഹിക്കുന്നത് പോലെ തന്നെ? അസുമ്മ വിഷത്തെ. മിൻ കുല്ലി നവാഹി എല്ലാ ഭാഗങ്ങളിൽ നിന്നും. നവാഹി എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ. മിൻ കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും. അൽ അർളി ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും അത് വിഷവും വഹിച്ചു ഒഴുകുന്ന പോലെ തന്നെ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ടാണ് ഈ പുഴകളൊക്കെ ഒഴുകുന്നത്. അടുത്ത വരി, അംസത് ഹുനാകനുഫായാതുൻ മുബഅസറതുൻ മിൻ കുല്ലി നൗഇൻ കഅന്നൽ അഖ്ല മാ അഖല. അംസത് ആയിരിക്കുന്നു, ഹുനാക്ക അവിടെ ആയിരിക്കുന്നു, നുഫായാത്തുൻ മാലിന്യങ്ങൾ, മുബഅസറത്തുൻ മാലിന്യങ്ങൾ എന്തായിരിക്കുന്നു? മുബഅസറത്തുൻ ചിതറിക്കിടക്കുന്നത്. അഥവാ അവിടെയൊക്കെ എല്ലായിടത്തും മാലിന്യങ്ങളിങ്ങനെ ചിതറിക്കിടക്കുകയാണ്. നമ്മളൊരു നഗരത്തിൽ ചെന്നാൽ, ഗ്രാമങ്ങളിൽ ചെന്നാൽ എല്ലായിടത്തും മാലിന്യങ്ങളിങ്ങനെ ചിതറിക്കിടക്കുകയാണ്. മിൻ കുല്ലി നൗഇൻ എല്ലാ ഇനങ്ങളിലും പെട്ട, എല്ലാ തരത്തിലും പെട്ട മാലിന്യങ്ങൾ. കുല്ല് എന്നാൽ എല്ലാ, നൗ എന്നാൽ ഇനം, തരം. എല്ലാ തരത്തിലും പെട്ട, ഓഫ് എവരി കൈൻഡ്, എല്ലാ തരത്തിലും പെട്ട മാലിന്യങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അംസത്ത് ആയിരിക്കുന്നു, ഹുനാക്ക അവിടെ, നുഫായാത്തുൻ മാലിന്യങ്ങൾ, മുബഅസറത്തുൻ ചിതറിക്കിടക്കുന്നത്. അഥവാ അവിടെയൊക്കെ മാലിന്യങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. മിൻ കുല്ലി നൗഇൻ എല്ലാ തരത്തിലും പെട്ട. There were scattered waste of every kind. ഇതൊക്കെ കാണുമ്പോൾ നമുക്കെന്താ തോന്നുക? കഅന്ന പോലെ, അൽ അഖ്ല ബുദ്ധി, മനസ്സ്, മനുഷ്യരുടെ മനസ്സ്, മാ അഖല മനസ്സിലാക്കിയിട്ടില്ല എന്ന്. മനുഷ്യർക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നും അല്ലേ? ഇതിൻ്റെ അപകടമൊന്നും മനുഷ്യർക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വേസ്റ്റുകൾ ചെതറിയിട്ടാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊന്നും ആർക്കും അറിയില്ല എന്ന പോലെയാണ് അവസ്ഥ. കഅന്ന എന്നാൽ പോലെ, അൽ അഖ്ല അഖ്ല് എന്നാൽ ബുദ്ധി, മനസ്സ് എന്നൊക്കെ പറയാം. അത് മാ അഖല, അഖല എന്നാണിത്. ഈ അഖല എന്നില്ല. ശരിക്കും അഖല എന്നത് നീട്ടിയത്, ഇവിടെ അവസാനം ഒരു അലിഫ് ഇട്ടത് അത് കവിത ചൊല്ലാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ശരിക്കും അഖല എന്ന് മാത്രമേ ഉള്ളൂ. അഖല എന്നാൽ മനസ്സിലാക്കി, മാ അഖല മനസ്സിലാക്കിയിട്ടില്ല. മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന പോലെ, ഇതിൻ്റെ അപകടങ്ങളൊന്നും മനുഷ്യർ മനസ്സിലാക്കിയിട്ടില്ല എന്ന പോലെ എല്ലായിടത്തും എല്ലാ തരത്തിലുമുള്ള മാലിന്യങ്ങൾ ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്. There were scattered waste of every kind as if the mind had not understood at all. ഇനി പുസ്തകത്തിൽ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു നോക്കാം. ഇതിൻ്റെ വിശദീകരണം: അന്നുഫായാത്തു മാലിന്യങ്ങൾ, വേസ്റ്റുകൾ, അൽ മുതനവ്വിഅത്തു പലതരത്തിലുള്ള വേസ്റ്റുകൾ, മുന്തശിറത്തുൻ ചിതറിക്കിടക്കുന്നു, കഅന്ന പോലെ, അന്നാസ മനുഷ്യർ, ലാ യഖിലൂന ശൈഅൻ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന പോലെ. മനുഷ്യർക്കൊന്നും മനസ്സിലാവുന്നില്ല, മനുഷ്യർ ഒരു കാര്യവും മനസ്സിലാക്കുന്നില്ല എന്ന പോലെ എല്ലായിടത്തും അവരിങ്ങനെ വേസ്റ്റുകൾ ചിതറിയിട്ടിരിക്കുകയാണ്. നറത്തലവുസ തഅദീനു മസ്ദറുഹു കദത്തസ്വഹുറ ഹയുർഹിബുദ്ദുവല. നറ നമുക്ക് കാണാം, വി ക്യാൻ സീ, അത്തലവുസ മലിനീകരണത്തെ, വി ക്യാൻ സീ ദ പൊല്യൂഷൻ. നമുക്ക് എല്ലായിടത്തും ഭൂമിയിലൊക്കെ ഈ മലിനീകരണം കാണാം, മാലിന്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി തള്ളിയത്. തഅദീനു, തഅദീൻ എന്നാൽ മൈനിങ് എന്നാൽ അറിയാമല്ലോ,
ഭൂമിയിൽ നിന്ന് പലതും ധാതു ലവണങ്ങളൊക്കെ കുഴിച്ചെടുക്കുക, പെട്രോളിയം പോലുള്ളവയൊക്കെ കുഴിച്ചെടുക്കുക. അതാണ് താഴ്ദീൻ, മൈനിങ്. അത് ആ മൈനിങ് എന്നത് മസ്ദറുഹു, അതിൻ്റെ ഒരു സോഴ്സാണ്. അഥവാ ഈ മാലിന്യങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ, ഈ ഭൂമി ഇങ്ങനെ മലിനീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം മൈനിങ് ആണ്. അഥവാ ഭൂമിയിൽ നിന്ന് ഇരുമ്പും പെട്രോളിയവും അങ്ങനെ പലതും കുഴിച്ചെടുക്കുന്നുണ്ടല്ലോ, അത് കാരണം പ്രകൃതി മലിനീകരിക്കപ്പെടുന്നുണ്ട്. കഥ അതുപോലെ തന്നെ തസഹുർ, തസഹുർ, സ്വഹ്റാ എന്ന് കേട്ടില്ല? സ്വഹ്റാ എന്നാൽ എന്താ? മരുഭൂമി. തസഹുർ എന്നാൽ ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂവൽക്കരണം. അഥവാ നല്ല ഭൂമി മരുഭൂമിയായി പോവുക. അതെന്തുകൊണ്ടാണ്? അവിടെയുള്ള വെള്ളം വറ്റിപ്പോകുന്നു അല്ലേ? അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിമുറിച്ച് മാറ്റുമ്പോഴൊക്കെയാണ് അത് സംഭവിക്കുന്നത്. അവിടുത്തെ വെള്ളം വറ്റിപ്പോവും, അവിടുത്തെ ജീവജാലങ്ങളൊക്കെ ചത്തുപോവും. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയായിട്ട് അത് മാറും. അപ്പോൾ ഖദ, ഇപ്രകാരം തന്നെ അത്തസ്വഹുർ, മരുഭൂവൽക്കരണവും ഡെസർട്ടിഫിക്കേഷനും അൽഹ ആയിത്തീർന്നിരിക്കുന്നു. യുർഹിബു, ഭയപ്പെടുത്തുന്നത്. ദ ഡെസർട്ടിഫിക്കേഷൻ ഹാസ് ബിക്കം എ ത്രെറ്റ്. യുർഹിബു എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്നത്, ഭീഷണിയാകുന്നത്. അദ്ദുവല, രാജ്യങ്ങൾക്ക്. ദൗലത്ത് എന്നതിൻ്റെ ജമാണ് ദുവൽ, രാജ്യങ്ങൾ. ഡെസർട്ടിഫിക്കേഷൻ ഹാസ് ബിക്കം എ ത്രെറ്റ് ടു കൺട്രീസ്. ഈ മരുഭൂവൽക്കരണവും ലോകത്തെ പല രാജ്യങ്ങൾക്കും വലിയ ഭീഷണിയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഖദ, ഇതുപോലെ തന്നെ അത്തസ്വഹുർ, മരുഭൂവൽക്കരണം, ഡെസർട്ടിഫിക്കേഷൻ അൽഹ ആയിരിക്കുന്നു. യുർഹിബു, ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഭീഷണിയാവുന്നത്, അദ്ദുവല, രാജ്യങ്ങൾക്ക്. ഇനി എങ്ങനെയാണ് പുസ്തകത്തിൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞത് നോക്കാം, ആശയം പറഞ്ഞതെന്ന്. തജമ്മഅത്, കുന്നുകൂടിയിരിക്കുന്നു. അന്നുഫായാത്ത്, മാലിന്യങ്ങൾ. ഹൗലന, നമുക്ക് ചുറ്റും മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നു. ബിത്തഅദീനി, മൈനിങ് കൊണ്ട്. മൈനിങ് എന്നാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. വഗൈരിഹി, അത് മാത്രമല്ല, അതല്ലാത്ത മറ്റ് പ്രവർത്തനങ്ങളൊക്കെ മൂലം നമുക്ക് ചുറ്റും ഇപ്പം മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി നിൽക്കുകയാണ്. തസഹുറു, അതുപോലെ മരുഭൂവൽക്കരണവും. യുർഹിബു, ഭയപ്പെടുത്തുന്നു. അദ്ദുവല, രാജ്യങ്ങളെ. അൽ മുഖ്തലിഫ, വ്യത്യസ്ത രാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ട് ഈ മരുഭൂവൽക്കരണവും മാറിയിരിക്കുന്നു. ഇനി ലാസ്റ്റ് വരി, ഇന്നൽ അനാമ ബിഅർളില്ലാഹി ഖദ് അബസൂ വഫിൽ ഹയാതി നിളാമുൻ യദ്രിബുൽ മസലാ. ഇന്ന, തീർച്ചയായിട്ടും. അൽ അനാം, മനുഷ്യൻ. ഇൻഡീഡ്, ദ പീപ്പിൾ. ബിഅർളില്ലാഹി, അള്ളാഹുവിൻ്റെ ഭൂമി കൊണ്ട്. ബി എന്നാൽ കൊണ്ട്, അർള് ഭൂമി, അല്ലാഹി അള്ളാഹുവിൻ്റെ ഭൂമി കൊണ്ട് മനുഷ്യർ, അഥവാ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ മനുഷ്യർ. ഖദ് അബസൂ, അവർ അനാവശ്യം ചെയ്യുന്നു, അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. ഖദ് അബസൂ. അതുപോലെ വഫിൽ ഹയാത്തി, ജീവിതത്തിലും. ഏത് ജീവിതമാണ്? നിളാമുൻ, ആ ജീവിതത്തിലുണ്ട്. നിളാമുൻ, ഒരു വ്യവസ്ഥയുണ്ട്. യദ്രിബുൽ മസല, മാതൃകാപരമായ. യദ്രിബുൽ മസല എന്നാൽ മാതൃകാപരമായ ഒരു വ്യവസ്ഥയുള്ള ഈ ജീവിതത്തിലും മനുഷ്യർ അനാവശ്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഇവിടുത്തെ മൊത്തം കുഴപ്പത്തിന് കാരണം. ഇനി എങ്ങനെയാണ് പുസ്തകത്തിൽ ഇതിൻ്റെ ആശയം കൊടുത്തതെന്ന് നോക്കാം. ഇന്ന ഫിൽ അർളി നിളാമൻ മിസാലിയൻ. ഇന്ന, തീർച്ചയായിട്ടും. ഫിൽ അർളി, ഭൂമിയിലുണ്ട്. നിളാമൻ, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സിസ്റ്റമുണ്ട്. മിസാലിയൻ, മാതൃകാപരമായ. ഈ ഭൂമിയിൽ മാതൃകാപരമായൊരു വ്യവസ്ഥയുണ്ട്, ദൈവം നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്. വലാക്കിൻ, പക്ഷേ, അഫ്സദഹു, അതിനെ നശിപ്പിച്ചു. അന്നാസു, മനുഷ്യർ. ബി അഫ്ആലിഹിം, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. ഇനി ഇതിലെ വർക്കുകൾ നോക്കാം. നുൻഷിദു, നമുക്ക് പാടാം. അൽ മന്ദൂമ, ഈ കവിത നമുക്ക് പാടാം. ബി അൽഹാനിൻ,
ട്യൂണുകളിൽ, രീതികളിൽ, മുഖ്തലിഫ, വ്യത്യസ്തമായ പല ട്യൂണുകളിൽ ഈ കവിത നിങ്ങൾ പാടി നോക്കുക. അടുത്തത് നുജീബു, നമുക്ക് ഉത്തരം പറയാം അല്ലെങ്കിൽ ഉത്തരം എഴുതാം. അനിൽ അസ്ഇലത്തി, ചോദ്യങ്ങൾക്ക്. ഇവിടെ 4 ചോദ്യം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഉത്തരം കവിതയിൽ നോക്കി എഴുതുക. ലിമ, വൈ, എന്തുകൊണ്ട്. തബ്കി, കരയുന്നു. അസ്സമാഉ, ആകാശം, എന്തുകൊണ്ടാണ് ആകാശം കരയുന്നത്, എന്താ കാരണം. തബ്കി, കരയുന്നു. അസ്സമാഉ, ആകാശം കരയുന്നു. അലൽ അർളി, ഭൂമിക്ക് വേണ്ടി അഥവാ ഭൂമിക്കായി കരയുന്നു. എന്താ കാരണം. ബിൽ അൽറാരി, ദുരിതങ്ങൾ കാരണം. അല്ലത്തി അസ്വാബഹ, അതിനെ ബാധിച്ച, ഭൂമിയെ ബാധിച്ച ദുരിതങ്ങൾ കണ്ട് ഭൂമിക്ക് വേണ്ടി ആകാശം കരയുകയാണ്. രണ്ടാമത്തെ ചോദ്യം, കൈഫ തഗയ്യറത്തി റിയാഹുൽ ബാരിദ, കൈഫ, എങ്ങനെയാണ്, തഗയ്യറത്ത്, മാറിയത്, അരിയാഹു, കാറ്റ്, അൽ ബാരിദ, തണുത്ത കാറ്റ് എങ്ങനെയാണ് മാറിയത്, എന്തായിട്ടാണ് മാറിയിരിക്കുന്നത്, എങ്ങനെയാണ് മാറിയത്. തഗയ്യറത്ത്, മാറിയിരിക്കുന്നു. അരിയാഹു, കാറ്റ്, ആ തണുത്ത കാറ്റ് മാറിയിരിക്കുന്നു. എന്തായിട്ടാണ് മാറിയിരിക്കുന്നത്. സ്വർസ്വരൻ, കൊടുങ്കാറ്റായിട്ട് മാറിയിരിക്കുന്നു. അടുത്ത ചോദ്യം, കൈഫ, എങ്ങനെയാണ്, യസ്വിഫു, വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത്, അശ്ശാഇറു, കവി എങ്ങനെയാണ് വർണ്ണിക്കുന്നത്. ഹുബൂബ, അടിക്കുന്നതിനെ. അരീഹ്, കാറ്റടിക്കുന്നതിനെയാണ് ഹുബൂബ് എന്ന് പറയുക. അപ്പോൾ കാറ്റടിക്കുന്നതിനെ, ഹുബൂബ് രീഹ്, കാറ്റടിക്കുന്നതിനെ കവി എങ്ങനെയാണ് വർണ്ണിക്കുന്നത്. ഫിൽ അർലി, ഭൂമിയിൽ കാറ്റടിക്കുന്നതിനെ കവി എങ്ങനെയാണ് വർണ്ണിക്കുന്നത്. ആ കാറ്റിനെക്കുറിച്ച് എന്താ പറഞ്ഞത് കവി. ഭൂമിയോട് ശൃംഗരിക്കുന്ന കാറ്റ് എന്നല്ലേ പറഞ്ഞത്. ആ കാറ്റടിക്കുന്നതിനെ ശൃംഗാരം അഥവാ മുഗാസിലത്ത് എന്നാണ് കവി പ്രയോഗിച്ച വാക്ക്. യസ്വിഫു, വർണ്ണിക്കുന്നു. അശ്ശാഇറു, കവി. ഹുബൂബരീഹി, കാറ്റടിക്കുന്നതിനെ കവി ഉപമിക്കുന്നു അല്ലെങ്കിൽ വർണ്ണിക്കുന്നു. ഫിൽ അർലി, ഭൂമിയിൽ കാറ്റടിക്കുന്നതിനെ കവി ഉപമിക്കുന്നു. എന്തിനോടാണ് ഉപമിക്കുന്നത്, എന്തായിട്ടാണ് വർണ്ണിക്കുന്നത്. മുഗാസിലത്തൻ, ശൃംഗാരത്തോടാണ് ഉപമിക്കുന്നത്. ശൃംഗാരം, അതാണ്, അങ്ങനെയാണ് കവി പറഞ്ഞിട്ടുള്ളത് അല്ലേ. മുഗാസിലത്ത്. ബിമ, എന്തുകൊണ്ടാണ്. ലുവ്വിസത്ത്, മലിനീകരിക്കപ്പെട്ടത്. അൽ അർലു, ഭൂമി. വൽ അൻഹാറു, പുഴകളും ഭൂമിയും മലിനീകരിക്കപ്പെട്ടത്, പൊല്യൂട്ടഡായത് എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ കാരണം. ലുവ്വിസത്ത്, മലിനീകരിക്കപ്പെട്ടു. അൽ അർലു, ഭൂമി. വൽ അൻഹാറു, പുഴകളും ഭൂമിയും മലിനീകരിക്കപ്പെട്ടു. ബി അഫ്ആലിന്നാസി, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്. നഖറഉൽ ആയത്തൽ കരീമ, നഖറഉ, നമുക്ക് വായിക്കാം. അൽ ആയത്തൽ കരീമ, ആദരണീയമായ ആയത്ത് അഥവാ വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഏത് സൂറത്തിലേതാണ്. സൂറത്തു റൂം. ആയത്ത് എത്രാമത്താണ്. 41-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് നമുക്ക് ഒന്ന് വായിക്കാം. വനഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. മിനൽ മൻലൂമി, കവിതയിൽ നിന്ന്, നമ്മളിപ്പോൾ പഠിച്ച കവിതയിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. സത്റൻ, ഒരു വരി. യുനാസിബുഹ, ഇതിനോട് യോജിക്കുന്ന, ഈ ആയത്തിനോട് യോജിക്കുന്ന ഒരു വരി നമ്മുടെ കവിതയിലുണ്ട്. അത് നമുക്ക് തിരഞ്ഞെടുക്കാം. ആദ്യം ആയത്ത് വായിച്ച് നോക്കാം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി. ലഹറ, പ്രകടമായിരിക്കുന്നു. അൽ ഫസാദു, നാശം, കുഴപ്പം. ഫിൽ ബർരി, കരയിലും. വൽ ബഹരി, കടലിലും. ഇത്ര വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏത് വരിയാണ് അതിനോട് യോജിച്ചത് എന്ന്. ഏത് വരിയാണ്. നമ്മുടെ കവിതയിലെ 1-ാമത്തെ വരിയാണല്ലേ. ബാനൽ ഫസാദു ഹുനാ ഫിൽ അർളി വന്തശറാ ഫിൽ ബർരി വൽ ബഹരി ലാ ഫർഖുൻ നറൽ ഇലലാ. 1-ാമത്തെ വരി തന്നെ അല്ലേ. ഓക്കെ. അനി ഷാഇരി വശ്ശഇരി, അനി ഷാഇരി, കവിയെക്കുറിച്ച്. അബൌട്ട് ദ പോയറ്റ്. വശ്ശഇർ ആൻഡ് പോയം. അബൌട്ട് ദ പോയം ആൻഡ് ദി പോയറ്റ്. കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും ചില കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അദ്ദുക്തൂർ മുഅ്തസ് അലി അഹ്മദ് അൽ ഖുതുബ് ഷാഇറുൻ ഫിലസ്തീനിയുൻ
അദ്ദുക്തൂർ ഡോക്ടർ. മുഅത്തസ് അലി അഹ്മദ് അൽ ഖുതുബ്, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഡോക്ടർ മുഅത്തസ് അലി അഹ്മദ് അൽ ഖുതുബ്, അദ്ദേഹമാണ് നമ്മൾ ഈ കവിത എഴുതിയത്. അദ്ദേഹം ഷാഇറുൻ, ഒരു കവിയാണ്. ഫിലസ്തീനിയുൻ, ഫലസ്തീനുകാരനായ ഒരു കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഫലസ്തീനാണ്. വുലിദ, അദ്ദേഹം ജനിച്ചു. ബി ഖുദ്ദുസ്, ഖുദ്സ് എന്ന സ്ഥലത്ത്. ഫി ഫിലസ്തീൻ, ഫലസ്തീനിൽ. സനത്ത, വർഷം. ഏത് വർഷമാണ്? 1968. മീം എന്നാൽ മീലാദി അഥവാ ഹിജറ വർഷമല്ല ഇത്. ഇത് നമ്മൾ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്ന ആ കലണ്ടറിലെ വർഷമാണിത്. ലഹു ഖസായിദു, ലഹു അദ്ദേഹത്തിനുണ്ട്. ഖസായിദു, കവിതകളുണ്ട്. ആ കവിതകളുടെ പ്രത്യേകത എന്താ? തുദർറസു, അത് പഠിപ്പിക്കപ്പെടുന്നു. ഫിൽ മുഖററാത്തി ദിറാസിയ, പഠന കോഴ്സുകളിൽ. മുഖററാത്ത് ദിറാസിയ എന്നാണ് പഠന കോഴ്സുകൾ. പഠന കോഴ്സുകളിൽ പഠിപ്പിക്കപ്പെടുന്ന കവിതകൾ അദ്ദേഹത്തിനുണ്ട്. എവിടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിപ്പിക്കപ്പെടുന്നത്? ഫി ഫിലസ്തീൻ, ഫലസ്തീനിൽ. വൽ ഇമാറാത്ത്, ഇമാറാത്ത് എന്നാൽ ഉദ്ദേശിക്കുന്നത് UAE ആണ്, UAEയിൽ. വൽ ജസായിർ, അൾജീരിയയിലും. വൽ മഗ്രിബ്, മൊറോക്കോയിലും. ഇതൊക്കെ 4 രാജ്യങ്ങളിലെ ഈ 4 രാജ്യങ്ങളിലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയുള്ള പഠന കോഴ്സുകളിൽ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിപ്പിക്കപ്പെടുന്നു. മിൻ അഷ്ഹരി മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രശസ്തമായവയാണ്. മിൻ അഷ്ഹരി, പ്രശസ്തമായവയിൽ പെട്ടതാണ്. മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകളിൽ. അദ്ദേഹത്തിന് ഒരുപാട് രചനകളുണ്ട്, ഒരുപാട് വർക്കുകൾ, ഒരുപാട് പുസ്തകങ്ങളും ഒരുപാട് കവിതകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ വളരെ പ്രശസ്തമായ പലതുണ്ട്. അതിൽപ്പെട്ട ഒരു 3 എണ്ണം ഇവിടെ പറയാണ്. ഏതൊക്കെയാണ്? ആഖിറു സൂറ ലി മൗലാത്തി, ആഖിറു സൂറ ലി മൗലാത്തി എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രചനയുടെ പേരാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണത്. റിസാലത്തും മിൻ മൗലാത്തി, അത് മറ്റൊരു മുഅല്ലഫാത്ത്. പിന്നെ ഖൈസ് വ ഖുദുസ്, അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്ക്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്ത് അത് നമ്മൾ പ്രത്യേകം ഓർത്ത് വെക്കണം. അദ്ദേഹത്തിൻ്റെ 3 മുഅല്ലഫാത്തിൻ്റെ അഥവാ 3 രചനകളുടെ പേര് പറഞ്ഞിരിക്കുന്നു. ഒന്ന് ആഖിറു സൂറ ലി മൗലാത്തി, രണ്ടാമത്തത് റിസാലത്തും മിൻ മൗലാത്തി, മൂന്നാമത്തത് ഖൈസ് വൽ ഖുദുസ്. അടുത്ത വർക്ക് നോക്കാം. നഖ്താറു, നമുക്ക് തിരഞ്ഞെടുക്കാം. അൽ ജുമുഅ, ജംഉകൾ, പ്ലൂരൽസ്. അൽ കലിമാത്തി, വാക്കുകളുടെ. അൽ ആത്തിയ, താഴെയുള്ള വാക്കുകളുടെ ജംഉകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. മിനൽ മൻദൂമി, കവിതയിൽ നിന്ന്. നമ്മളെ കവിതയിൽ ഇവിടെ കൊടുത്ത ഈ 6 വാക്കുകളുടെ ജംഉകളുണ്ട്. അപ്പോൾ അത് കവിത നോക്കി കണ്ടുപിടിക്കാം. മൻബഉൻ, മൻബ, ഉറവ. അതിൻ്റെ ജംഅ നമ്മളെ കവിതയിലുണ്ട്. എന്താണ്? മനാബ്യ, മനാബ്യ. ഓക്കെ. ദൗലത്തുൻ, രാജ്യം. അതിൻ്റെ ജംഅ നമ്മളെ കവിതയിലുണ്ട്. ദുവലുൻ, രാജ്യങ്ങൾ. അഖുൻ, സഹോദരൻ. അതിൻ്റെ ജംഅ കവിതയിലുണ്ട്. ഇഖ്വത്തുൻ, ഇഖ്വത്തുൻ. പിന്നെ റീഹുൻ, കാറ്റ്. അതിൻ്റെ ജംഅ കവിതയിലുണ്ട്. റിയാഹുൻ, റിയാഹുൻ. നുഫായത്തുൻ, വേസ്റ്റ്, വേസ്റ്റുകൾ. നുഫായാത്തുൻ, നുഫായാത്തുൻ. ഫിഇല്, പ്രവർത്തനം, പ്രവർത്തനങ്ങൾ. അഫ്ആലുൻ, അഫ്ആലുൻ. ഒക്കെ കവിതയിലുണ്ട്, കണ്ടുപിടിക്കാം.